എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ത്യാഗഭവൻ്റെ മുന്നിലേക്ക് വണ്ടി വന്ന് നിൽക്കുന്നു. അന്നേരം അവിടെ ആരെയും കാണാത്തതുകൊണ്ട് രോഹിത് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറയുക. നേരെ രേവതിക്കുട്ടി പറയും, അയ്യോ വണ്ടി കൊണ്ട് നിർത്തുന്നതേ വന്ന് സ്വീകരിക്കാൻ, ഇത് സെൻട്രൽ ജയിലൊന്നും അല്ല എന്ന്. അന്നേരം ദേഷ്യം വന്നിട്ട് രോഹിത് പറയുന്നുണ്ട്, അലിനി ചേച്ചി എന്നെ അപമാനിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ വേണ്ടിയാണോ ഈ പെണ്ണിനെ കൂടെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ശകലെങ്കിലും വകതിരിവുള്ള ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുമോ? ഇല്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇത്ര നേരമായിട്ട്, അതുകൊണ്ട് അത് കേട്ടില്ലെന്നങ്ങ് നടിച്ചാൽ മതി എന്ന് പറയുന്നേക്കും രേവതിക്കുട്ടി മുഖം വീർപ്പിക്കുവേ. എന്നിട്ട് അലീന എല്ലാവരോടും ഇറങ്ങാൻ പറയുവാണ്. എന്നിട്ട് എന്താ എല്ലാവരും ഇറങ്ങാത്തെ എന്നുകൂടി ചോദിക്കുമ്പം ഭവിത പറയുന്നുണ്ട്, അല്ല ഇവരുടെ വഴക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്, അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. അന്നേരം അതിന് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കുക, ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അലീന വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. അതുപോലെ എല്ലാവരും ഇറങ്ങി കയറി വരുവാണ്. എന്തെങ്കിലും സിസ്റ്റർമാർ ഇറങ്ങി വരും കേട്ടോ. അന്നേരം അലീനയല്ലേ കയറി വാ എന്ന് പറഞ്ഞ് അവർ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അകത്ത് ചെല്ലുമ്പോൾ വേറൊരു സിസ്റ്ററും ഉണ്ട്. അന്നേരം മദർ എന്ത് ചെയ്യുന്നു ചോദിക്കും. അപ്പം മദർ ഒരു ധ്യാനത്തിന് പോയതാണ് എന്ന് പറയുന്നു. പിന്നെ കൂടെയുള്ളത് ആരൊക്കെയാണ് എന്ന് ചോദിക്കുമ്പം അലീന എല്ലാവരും പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ആളുടെ മകനാണ് എന്ന് പറഞ്ഞ രോഹിത്തിനും അതുപോലെ ബാക്കി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് ചിന്നുമോൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നുമോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് പറയും. അന്നേരം അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് ചിന്നുമോൾ ടീച്ചറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും രേവതിക്കുട്ടി അങ്ങോട്ട് ചെല്ലുന്നേക്കും ഹായ് രേവതി ആൻറ്റി എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് ഈ കൂടെയുള്ളതൊക്കെ ആരാ എന്ന് ചോദിക്കും. അന്നേരം അതൊക്കെയോ അലീന ചേച്ചിയുടെ അനിയത്തിമാരും അനിയനും ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നേരം അലീന ചേച്ചി എന്തി എന്ന് ചോദിക്കുവാണ്. അലീന ചേച്ചി അപ്പുറത്തെ സിസ്റ്ററോട് സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്, ഇപ്പോൾ വരും എന്ന് പറയുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും അലീനയും വരും. അലീനെ കാണുമ്പോഴും ഭയങ്കര സന്തോഷം കേട്ടോ. ഓടി തോളയിലേക്ക് കയറുന്നു, എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും. അതിനിടയ്ക്ക് മോളെ ഗ്രേസിയമ്മയും മാമച്ചായനെയും അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി ഒരു പാർക്കിലോട്ട് പോവുകയാണ്. പാർക്കിൽ പോയി കളിക്കുന്നു. എല്ലാവരുമായിട്ട് ചിന്നുമോള് ഭയങ്കര കൂട്ടായി. എപ്പോഴും രോഹിത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ചിന്നുമോള്. എന്തായാലും അവിടെ കുറേ നേരം കളിച്ചതിന് ശേഷം ഒരു ഫുഡ് കഴിക്കാൻ കയറുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ദേ ഇറങ്ങുമ്പം അവിടെ വെച്ച് ദേ ബാലേന്ദ്രനെയും ഗോവർദ്ധനെയും കാണുവാണ്. പരസ്പരം കാണുന്നു. വണ്ടി കൊണ്ട് നിർത്തി കഴിയുമ്പോൾ ഗോവർദ്ധൻ ദേ അലീനയും പിള്ളേരും എന്ന് പറയുക. അന്നേരം ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് ബാലേന്ദ്രനും ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നിട്ട് നിങ്ങളെന്താ ഇവിടെ, നിങ്ങൾ എറണാകുളത്തിന് പോയില്ലേ എന്ന് ചോദിക്കും. അന്നേരം രേവതിക്കുട്ടിയാണ് മറുപടി പറയുന്നത്, അങ്കിളെ ഞങ്ങൾ ചിന്നുമോളെ കാണാൻ വേണ്ടി വന്നതാണ്. ചിന്നുമോളെ കണ്ടിട്ട് അവളെയും കുട്ടി ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി എന്ന് പറയും. അന്നേരം ത്യാഗഭവൻ അല്ലേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം അതെ അച്ഛന് അതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലേ എന്ന് അലീന പറയുമ്പം പെട്ടെന്ന് ബാലേന്ദ്രൻ പറയുവാണ്, നീ പറഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ എന്ന്. ഇത് കേൾക്കുന്ന കൃഷ്ണമോളുടെ മുഖം പെട്ടെന്ന് മങ്ങുന്നുണ്ട്. അവൾക്കറിയാലോ സത്യങ്ങളെല്ലാം, അതുകൊണ്ട് തന്നെ. ഏതായാലും ചിന്നുമോളെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇത് ഞങ്ങളുടെ അച്ഛനാണ് എന്ന് പറഞ്ഞ്. അന്നേരം ഏതായാലും അലീന ചേച്ചി ഇങ്ങോട്ട് വന്നതുകൊണ്ട് മോൾക്ക് ഇത്രയും ചേച്ചിമാരെയും ഈ കുഞ്ഞ് അങ്കിളിനെയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇത് കുഞ്ഞ് അങ്കിളാണോ വലിയ അങ്കിളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചിന്നുമോള്. അന്നേരം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അലീന പയ്യെ ഗോവർദ്ധൻ്റെ അടുത്തേക്ക് പോകും. ഇതൊക്കെ ബാലേന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, നിങ്ങളെന്താ ഇവിടെ തന്നെ കറങ്ങി നിൽക്കുന്നേ, കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് എറണാകുളത്തിന് തിരിച്ചു പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പം, പോകണം അങ്കിളെ, വൈകിട്ട് താമസിക്കാതെ അങ്ങ് എത്തിയേക്കണമെന്ന് പറഞ്ഞ് അങ്കിളും ആൻറ്റിയും വിട്ടത്, അതുകൊണ്ട് ഉടനെ തന്നെ തിരിച്ചു പോകണമെന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പം തന്നെ 2:30 കഴിഞ്ഞല്ലോ, എന്നാൽ പെട്ടെന്ന് വിട്ടു എന്ന് പറയുവാണ്. അന്നേരം രേവതിക്കുട്ടി അലീന ചേച്ചി വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അലീന ഗോവർദ്ധൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു വന്ന് കഴിയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയോ എന്ന്. മുഖത്ത് ഇച്ചിരി ഒരു ഗൗരവമാട്ടോ, ആ ഒരു ചിരിയും ആ ഒരു സൗമ്യതയൊക്കെ ഇത്തിരി ഇങ്ങ് മാറിയിട്ടുണ്ട്. അന്നേരം എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛാ, ഞാൻ വെറുതെ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ചെല്ലുക എന്ന് പറയും. അവർ യാത്ര പറഞ്ഞ് അവരങ്ങ് പോയി കഴിയുമ്പം ഗോവർദ്ധൻ്റെ അടുത്തോട്ട് ചെല്ലും ബാലേന്ദ്രൻ. അന്നേരം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞ് ഏതാ എന്ന്. അന്നേരം അതൊരു മറ്റൊരു അലീനയാണ് എന്ന് പറയുവാണ്. അന്നേരം അതെന്താ ബാലേട്ട അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം, അലീനയെ പോലെ തന്നെ പ്രസവിച്ച് ഏതോ ഒരമ്മ ഉപേക്ഷിച്ച കുഞ്ഞാണത് എന്ന് പറയുമ്പോൾ, ആ കുഞ്ഞിനെയൊക്കെ എങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നുന്നത് എന്ന് ഗോവർദ്ധൻ പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വളർത്താൻ പേടിയാടോ അതുകൊണ്ടാണ് ഉപേക്ഷിച്ചത്, അങ്ങനെ തന്നെയല്ലായിരുന്നോ അലീനയുടെയും കാര്യം എന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കും, അലീന എന്താ തന്നോട് ചോദിച്ചത് എന്ന്. അന്നേരം ഇന്നലെ എവിടെയായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു, ഞാൻ ഊട്ടിയിലാണെന്നാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്ക് അത്രയും കിട്ടിയാൽ മതി, ബാക്കി അവൾ ഊഹിച്ചെടുക്കുമെന്ന്. അങ്ങനെ അവർ നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. അതുപോലെ ബാലേന്ദ്രനെ കാണുമ്പോൾ മക്കളെല്ലാം മാറി മാറി ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛൻ ഇന്നലെ എവിടെയായിരുന്നു, ഇനി എങ്ങോട്ടാണ് പോകുന്നത്, ഇനി എവിടെയൊക്കെ കറങ്ങുന്നുണ്ട്, ഇത് ഓടി നടന്നൊരു ടൂറാണോ എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ അതൊക്കെ തട്ടിമുട്ടി പറഞ്ഞ് നിൽക്കുന്നു.
ഏതായാലും കറക്കമൊക്കെ കഴിഞ്ഞ് അലീനയും കുട്ടികളും തിരിച്ച് ത്യാഗഭവനിലേക്ക് എത്തുവാണ്. വണ്ടി കൊണ്ട് നിർത്തിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന് ബബുദി ചോദിക്കും ചിന്നുമോളോട്. അന്നേരം ചിന്നുമോൾ പറയാം, ഇനി നാളെ പോയാൽ മതി, ഇന്ന് ചിന്നുമോൾ മടുത്തു എന്ന്. അന്നേരം അവരെല്ലാവരും ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ടോ എന്ന്. അന്നേരം ഇല്ല, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയും. എന്നാൽ ഞങ്ങളും കൂടി നിന്നോട്ടെ എന്ന് ചോദിക്കുമ്പം വേണ്ട, നിങ്ങൾ നിൽക്കണ്ട എന്ന് പറയും. അന്നേരം അതെന്താടി അങ്ങനെ എന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പം ചിന്നുമോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കിടക്കാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ല, നിറച്ച് കുട്ടികളാന്നേ, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, മനസ്സിലായല്ലോ കുഞ്ഞെന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞത്, ഇനി ഇവിടെ കിടക്കാനുള്ള സ്ഥലമൊക്കെ ആകുമ്പം നമുക്ക് നിൽക്കാം അല്ലേ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറി പോരുവാണ്. അന്നേരം അകത്തേക്ക് കയറുന്നതിന് മുമ്പ് സിസ്റ്റർ ചോദിക്കും, ഇത് കൊള്ളാലോ, കുറേ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടല്ലോ, ഇന്ന് ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് ചോദിക്കുമ്പം ഒത്തിരി സന്തോഷമായിരുന്നു എന്ന് പറയുവാണ് ചിന്നുമോള്. അന്നേരം സിസ്റ്റർ ചോദിക്കും, അങ്ങനെ സന്തോഷിച്ചപ്പോൾ വയറ് നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പം അതെങ്ങനെയാണ് സന്തോഷിച്ച വയറ് നിറയുന്നത്, ഫുഡ് കഴിച്ചാലല്ലേ വയറ് നിറയുള്ളൂ എന്നൊക്കെ ചിന്നുമോള് ചോദിക്കുന്നുണ്ട്. ഏതായാലും എല്ലാവരും കൂടി അകത്തോട്ട് കയറി വരുന്നു. അന്നേരം കളിപ്പാട്ടമൊക്കെ കാണിക്കും. അതുപോലെ ഇവർ മേടിച്ച സ്വീറ്റ്സൊക്കെ സിസ്റ്ററുടെ കയ്യിലോട്ട് കൊടുക്കാൻ തുടങ്ങുമ്പം സിസ്റ്റർ പറയുന്നുണ്ട്, അത് നിങ്ങൾ തന്നെ ആ കുട്ടികൾക്ക് കൊടുത്താൽ മതി, അവരെ പോലെയുള്ളവരെ സ്നേഹിക്കാൻ പുറത്തും ആൾക്കാരുണ്ടെന്നും അവരെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ എന്നൊക്കെ അവരറിയട്ടെ, അതുകൊണ്ട് നിങ്ങൾ തന്നെ കൊടുത്താൽ മതി എന്ന് പറയും. അന്നേരം അലീന എല്ലാവരോടും പറയും, നിങ്ങൾ പോയി കൊടുക്കുക, എനിക്ക് സിസ്റ്ററോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന്. ഏതായാലും അവരെല്ലാം പോയി കഴിയുമ്പം അലീന സിസ്റ്ററോട് പറയുന്നുണ്ട്, സിസ്റ്ററെ എന്നെ രേവതിക്കുട്ടി ഒരു കാര്യം വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന്. അന്നേരം സിസ്റ്റർ എനിക്ക് മനസ്സിലായി, ചിന്നുമോളുടെ അഡോപ്ഷൻ്റെ കാര്യമല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് സിസ്റ്റർ തന്നെ പറയുന്നുണ്ട്, അവർക്ക് അഡോപ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, നിയമവശം വെച്ച് നോക്കുമ്പം അത് സാധിക്കില്ല, പിന്നെ അവർ സ്പോൺസർ ചെയ്യാം എന്നാണ് പറഞ്ഞത് എന്ന് പറയും. ചിന്നുമോളുടെ ഇനി അങ്ങോട്ടുള്ള പഠിപ്പും ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, വേണ്ട സിസ്റ്ററെ, സ്പോൺസർഷിപ്പിനെ കുറിച്ച് എനിക്കറിയാം, അങ്ങനെ സ്പോൺസർ ചെയ്യുന്നവരെ ചിലപ്പോൾ കുട്ടികളെ കൂടെ കൊണ്ട് താമസിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഏതായാലും ചിന്നുമോളുടെ കാര്യത്തിൽ അങ്ങനെ വേണ്ട, ചിന്നുമോളുടെ അധികാരി ഇപ്പോഴും കഴക്കൂട്ടത്തെ ആ ഓർഫനേജ് തന്നെയാണ്, അവിടെയുള്ളവർ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിന്നുമോളെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വന്ന് ചോദിക്കും എന്നല്ല, എന്നാലും ചിന്നുമോളെ അങ്ങനെ ഒരു സ്പോൺസർഷിപ്പിലേക്ക് വിടണ്ട എന്ന് പറയുവാണ്. എന്നിട്ട് സിസ്റ്റർ പറയുന്നുണ്ട്, ഇല്ല അലീന തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കട്ടെ, ഏതായാലും ഞങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹമില്ല, പിന്നെ പറഞ്ഞപ്പം അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുവാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നോർത്ത് നിങ്ങളെ അറിയിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. ഏതായാലും അത് വേണ്ട എന്ന് അലീന പറയുന്നു. അത് കഴിഞ്ഞ് അലീന എങ്ങോട്ടൊക്കെ പോയി ചിന്നുമോളെ കാണുവാണ്. ഈ സമയം ചിന്നുമോളെ എടുത്തുകൊണ്ട് രോഹിത്ത് വണ്ടി വന്നിരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. ചിന്നുമോളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് കുറേ വണ്ടി ഓടിപ്പിക്കാനും സ്റ്റീറിങ് തിരിക്കാനും ഓണടിക്കാനൊക്കെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും എല്ലാവരും പോകാം എന്ന് പറഞ്ഞ് ഇറങ്ങി വരും. അന്നേരം സിസ്റ്റർ ചോദിക്കുന്നുണ്ട് ഇവരുടെ കൂടെ പോകുന്നുണ്ടോ എന്ന്. അന്നേരം ഇല്ല, ഞാൻ ഇറങ്ങുക സിസ്റ്ററെ എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു ചിന്നുമോൾ. എന്നിട്ട് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കുന്നു, ഉമ്മയൊക്കെ കൊടുക്കുന്നു. അങ്ങനെ യാത്ര ചോദിച്ച് അവരെല്ലാവരും വണ്ടിയിൽ കയറി പോരുന്നത് നോക്കി ടാറ്റയൊക്കെ കൊടുത്ത് നിൽക്കുന്ന ചിന്നുമോളെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ അവർ കാണിച്ചിട്ടില്ല, വൈകിട്ട് പ്രൊമോ കാണിക്കുവാണെങ്കിൽ നമുക്ക് റിവ്യൂ ആയിട്ട് എത്താം.